ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല. 40-45 ദിവസമായി. സാധാരണ പോയ ഉടനെ തന്നെ തിരിച്ചു വരൂ, എങ്ങനെയെങ്കിലും വിവരം അറിയിക്കാറുള്ളതാണ് പതിവ്. പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് എവിടെയാ പോയതെന്നും അറിയണില്ല. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം. എപ്പോഴും എൻ്റെ കൂടെ ഉള്ളവരാണ് നിങ്ങളെല്ലാവരും. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് സക്കറിയ എന്നാണ്. തബല ഒക്കെ വായിക്കുന്ന, ഡ്രംസ് ഒക്കെ വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എന്തെങ്കിലും ഒരു വിവരം കിട്ടുകയാണെങ്കിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അറിയിക്കണം. അദ്ദേഹം എവിടെയെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഞങ്ങൾ കുറേ പേര്, ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ. ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിഞ്ഞിട്ടില്ല എവിടെയാണെന്നുള്ളത്. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അറിയിക്കണം. എവിടെ എന്നുള്ളതാണ് ആർക്കും അറിയാത്തത്. നിങ്ങൾ കണ്ടുപിടിച്ച് തരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഒന്ന് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചേക്കണേ. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആണ് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതുണ്ടെങ്കിൽ ആൾക്കാർ കണ്ടിട്ട് ഇപ്പോഴത്തെ വീഡിയോ എന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ വീഡിയോ അല്ല, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു വീഡിയോ ആണ്. അതിലുണ്ടെങ്കിൽ ആശാശരത്ത് പണ്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ ചെയ്തതായിരുന്നു. ആ സമയത്ത് അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് കള്ളത്തരം കാണിക്കുന്ന എന്തിനാണ്, അത് ഒരു സ്റ്റേഷൻ്റെ ഉണ്ടെങ്കിൽ പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അന്നുണ്ടെങ്കിൽ ഇതിനെ തുടർന്ന് ഭയങ്കര കേസൊക്കെ ആവുക. ഇനി അവസാനം ഉണ്ടെങ്കിൽ ആശാശരത്ത് സോറി ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇത് ഒറിജിനലാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒറിജിനലൊന്നും അല്ല, പണ്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതല്ലാതെ യഥാർത്ഥത്തിലുള്ള സംഭവമല്ല. ഒരുപാട് പേര് ഇത് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. സോ അന്നത്തെ സമയത്ത് ഇത് എടുത്തപ്പോഴത്തേക്ക് ഉണ്ടായി ഒരുപാട് പേര് ഒറിജിനലാണെന്ന് വിചാരിച്ചത്. പക്ഷേ സത്യം മനസ്സിലായപ്പോഴത്തേക്ക് ഒരുപാട് പേര് ആശാശരത്തിനെതിരെ ഭയങ്കര മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആൾക്കാരെ കബളിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോഴാണ് വെളിയിൽ വരുന്നത്.